50 വർഷമായി നടക്കുന്ന ഒരു കേസാണ്. ഈ 50 വർഷമായി നടക്കുന്ന ഒരു കേസ് അതിൽ തന്നെ 15 തവണ കോടതിയെ ഇവരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശമാണ് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അവിടെ വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ പോലീസിനെ വിളിക്കുകയാണ്, ഇമ്മീഡിയറ്റ് എവിക്റ്റ് ചെയ്യണോ. ഞാൻ അന്നേരം ഫ്ലൈറ്റിലായിപ്പോയി. ഞാൻ ബാംഗ്ലൂരിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അന്നേരം DGPയോട് സംസാരിച്ചിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ വിട്ടുപോയി. കോടതിയുടെ സമ്മർദ്ദമാണ് അവരെ അതിലേക്ക്. അവരെ പോലീസ് അതിക്രമങ്ങളൊന്നും ചെയ്തില്ല. ഒരാൾ മേത്ത് പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ ഫയർഫോഴ്സ് വെള്ളമടിച്ചപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഉരുണ്ട് വീഴുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഒരു കാരണവശാലും ആര് പറഞ്ഞാലും പോലീസ് അവരെ എവിക്റ്റ് ചെയ്യാനോ മറ്റു നടപടിക്കോ പോകരുത്. ഞങ്ങൾ കോടതിയെ സമീപിക്കുകയാണ്. റിലീഫിന് വേണ്ടി തിങ്കളാഴ്ച AGയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ റോജി M. ജോണിനെ മന്ത്രിയെ ചുമതലപ്പെടുത്തി. അദ്ദേഹം അവിടുത്തെ വിക്ടിംസുമായിട്ട് സംസാരിച്ചു. അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഗവൺമെൻറ് ഇടപെടുന്നത്. ഞങ്ങളാരും ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഇത്രയും സംഭവം ഉണ്ടെന്നുള്ള കാര്യം. ഇന്നലെ പാറക്കൽ അബ്ദുള്ള ഒരു നിവേദനം നൽകി. ഞാനത് മേൽ നടപടി ഉണ്ടാകും. എൻ്റെ നോക്കട്ടെ, പരിശോധിച്ച ശേഷം. അത് പരാജയമാണ്. കാരണം അതിനകത്തുള്ളൊരു പ്രശ്നം, പണ്ടൊക്കെ SI മാർക്കായിരുന്നു സ്റ്റേഷൻ്റെ ചുമതല. അപ്പോൾ അവർ അഭിമാനപൂർവ്വം ഒരു SI അവിടെ സ്റ്റേഷനിൽ ജോലി ചെയ്യുമായിരുന്നു. CIയുടെ ജോലി എന്താ? 3-4 സ്റ്റേഷൻ്റെ നിരീക്ഷണമായിരുന്നു. അതും നഷ്ടപ്പെട്ടു. DYSPയുടെ ചുമതല എന്താണ്? 9ഓളം പോലീസ് സ്റ്റേഷനുകളുടെ നിയന്ത്രണമാണ്. അപ്പോൾ അത് പോലീസിങ്ങിൽ അത് കാര്യമായ ഗുണം ചെയ്തിട്ടില്ലെന്നാണ് ഞാനടക്കം പലരുടെയും വിലയിരുത്തൽ. എന്നാലും ഒരു പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്, നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പെട്ടെന്ന് തീരുമാനിക്കേണ്ടതല്ല. അത് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു 5 അംഗ കമ്മിറ്റി DGP നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം പഠിച്ച് ഒരു തീരുമാനം. മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരുടെയും കേസുകളിൽ കാണിക്കുന്ന ജാഗ്രത പാവപ്പെട്ടവർക്ക് കൂടി കാണിക്കണമെന്നല്ലയോ പറഞ്ഞത്? സാധാരണക്കാർക്ക് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് സൈബർ ക്രൈമിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും നീതി നൽകുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ പൊതുനയം, പോലീസിൻ്റെ പൊതുനയമായ അതാണ്. പക്ഷെ അതിനു വേണ്ടി ഇവർക്ക് വളരെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് ഉള്ള ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും. അത് കൂടി കൊടുത്താലേ അവർക്കത് പൂർണ്ണമായി ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യും. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആളുകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും കുടുംബകലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങളാണ്. സമൂഹത്തിൽ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുക, ആളുകളെ തമ്മിലടിപ്പിക്കുക, ഒരു കാര്യമില്ലാതെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, ആളുകളെ അപമാനിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ളവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ ആക്ഷേപിക്കുന്ന ആളുകളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പോലീസ് നടപടി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട.